അപ്പോ ഇത്തരം കാര്യങ്ങളിലൊക്കെ പല കാര്യങ്ങളും നടത്തണം. അപ്പൊ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള വീണ്ടും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണെന്നാണ് എന്റെ സംശയം. ഒരു കാര്യം ഞാൻ പറയാം, ഇന്നലെ വരെ പലതും നടന്നിട്ടുണ്ടാവും. അതായത് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും, അതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഏത് മനുഷ്യനായാലും അങ്ങനത്തെ സംയുക്ത ഘട്ടങ്ങൾ വരാം. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, കൊന്നാലും ശരി, ബ്ലാക്ക് മെയിൽ ചെയ്താലും ശരി, എന്ത് ചെയ്താലും ശരി, അമിതമായി ഒരു കാര്യത്തിന് ഇനി അയാൾക്ക് നല്ല ആർക്കും കൂട്ടുനിന്ന് കൊടുക്കൂല. ഞാനിത് ശിഹാബ് തങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വാക്കാണ്. ഈ കാര്യങ്ങളൊക്കെ മരിക്കുന്ന ദിവസം വരെ അന്ന് പോലും ശിഹാബ് തങ്ങൾ എന്നോട് സംസാരിച്ചതാണ്. അതുകൊണ്ട് ഒരുവിധ ബ്ലാക്ക് മെയിലിങ്ങിനും ഞാൻ നിന്നുകൊടുക്കൂല. അത് മനസ്സിലായപ്പോഴാണ് പിന്നെ പേടിപ്പിക്കാൻ തുടങ്ങിയത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഗുണ്ട സെറ്റിനെ വെച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പോലീസ് അന്വേഷിക്കുന്ന വിഷയമാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. അതാണ് മംഗലാപുരം സൈഡിൽ നിന്ന് ഫോൺ കോളും ബാക്കിയുള്ളതൊക്കെ അധികമായി വരുമ്പോൾ അവരിപ്പോൾ അതെന്റെ കയ്യിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഫോൺ ഡീറ്റെയിൽസ്, വ്യാജ CD ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ അതിന്റെ പിറകിൽ ഇയാളാണ് എന്നുള്ളതിനുള്ള സകല തെളിവിന് ഒരു മാസം 10-16 കാള്, അതേപോലെ തന്നെ അങ്ങനെയുള്ള ഒരു ദിവസം 10-12 കാള്, പിന്നെ ഈ ഗുണ്ടകളെ ഉപയോഗിച്ചതിനുള്ള തെളിവുകളും ധാരാളമുണ്ട്. ഉപയോഗിച്ചതിനുള്ള തെളിവുകൾ വേറെ പല ഗുണ്ടകളും. അതിന് പോലീസ് അതിന്റെ ഡീറ്റെയിൽസ് പറയട്ടെ. അപ്പോ ഇതാണ് ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഏത് ആര് ആര് ഏത് അയ്യോ വിളിച്ചിട്ടുണ്ടോ? ഇപ്പം ആരും നേരിട്ട് വിളിക്കാനുള്ള ഫ്രീഡമില്ല, അതുകൊണ്ട് വിളിക്കലില്ല. എല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ അധികാരത്തിന്റെ പിന്നെ എന്താ പറയാ സ്ഥിരാകേന്ദ്രങ്ങളിൽ കണ്ടിട്ടില്ലേ എന്നമാതിരി വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ എന്താണ്? ആ കുറ്റസമ്മതം ഞാൻ തന്നെ പറയുന്നു, പറയുന്നു. അതിനി ഉണ്ടാവില്ല എന്നാ പറഞ്ഞത്. വിളിച്ചിട്ടുണ്ടോന്നാ ചോദിച്ചു. വിളിക്കുക മാത്രം. വിളിച്ച് എത്ര പ്രാവശ്യം മുള്ളിന്റെ മുകളിൽ നിർത്തിയിട്ടുണ്ട്. അതിപ്പോ നിങ്ങൾക്കൊക്കെ നിങ്ങളെ കുറിച്ചൊരു വ്യാജ CD പിന്നെ ഈ മാതിരി വല്ല കേസിലും പെട്ടത് നിങ്ങൾക്കെതിരായിട്ടുണ്ടെങ്കിൽ അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ഇപ്പൊ മനസ്സിലാവൂല. വളരെ ഈസിയാണ് അത് ചെയ്യണമെങ്കിൽ. ബന്ധുക്കളൊക്കെ ആവുമ്പോ കൂടാതെ കൊല്ലാനൊക്കെ ശ്രമിക്കുന്ന ഘട്ടം എത്തുമ്പോഴല്ലേ പറയുള്ളൂ.